ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ നമ്മുടെ ഹെൽത്തി ഡയറ്റ് മെനു ഡേ 3 ആണ്. ഡേ 1ഉം 2ഉം പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ തന്നെ ഡിന്നറും ആണ് കേട്ടോ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു മന്ത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത വെയിറ്റും അതുപോലെ തന്നെ ഫാറ്റും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാമേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഞാനിവിടെ 2 സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുക്കാം. ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോസ്. അത് ബോയിൽ ചെയ്തും അതുപോലെ തന്നെ സ്റ്റീം ചെയ്തും കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഹെൽപ്പാണ് കേട്ടോ ഈ സ്വീറ്റ് പൊട്ടറ്റോസ്. ഇതിലോട്ട് ആവശ്യത്തിന് ശർക്കരയും ചിരുകി വെച്ചേക്കുന്ന തേങ്ങയും പിന്നെ റാഗി പൗഡറും ഗോതമ്പ് പൗഡറും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നെ നമ്മുടെ ചെറിയ ജീരകം ചതച്ചതും ആവശ്യത്തിന് ഏലക്ക ചതച്ചതും പിന്നെ ഒരു നുള്ളുപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നെങ്കിൽ നമുക്ക് പാൻ കേക്ക് ആക്കി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒറട്ടിയുടെ ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാമേ. ഞാനിവിടെ ഒറട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൽ ഓയിലോ ഗീയോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈവച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാമേ. എന്നിട്ട് 5 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷവും നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേഗം കുക്കായി വരും, നല്ല സോഫ്റ്റും ആയി കിട്ടും. ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിന് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരൊറട്ടി റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാമേ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. മധുരക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുമേ. ഒരട്ടി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പാൻ കേക്ക് ആക്കി ഉണ്ടാക്കിയെടുക്കാമേ. കുറച്ച് വെള്ളം നമ്മൾ കൂട്ടി ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ദോശ പോലെയും പാൻ കേക്കിൻ്റെ രൂപത്തിലും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റും ആണ്, പിന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ലഞ്ച് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും പിന്നെ നാരങ്ങ പകുതിയും നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇനി മസാലയ്ക്കായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, തന്തൂരി മസാല, പാർസലിയും ഒർഗാനോയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സഡ് ഹെർബ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാമേ. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മസാലയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. 175 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ ഞാനിവിടെ ഒരു 20 മിനിറ്റ്സ് ഒരു സൈഡും പിന്നെ 10 മിനിറ്റ്സ് മറ്റേ സൈഡും ആണ് കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബസുമതി റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അതും ഈ ചിക്കനും ആണ് കേട്ടോ ഇന്നത്തെ ലഞ്ചായിട്ട് വരുന്നത്. മാക്സിമം കാർബ്സ് കുറഞ്ഞ ഫുഡാണ് കേട്ടോ എടുക്കേണ്ടത്. ഇവിടെ കുറച്ച് റൈസ് എടുത്തിട്ടുള്ളൂ. മാക്സിമം പ്രോട്ടീനും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിന്നർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചിക്കൻ പീസസും അതിലോട്ട് ഉപ്പും കുരുമുളകും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാമേ. ചിക്കൻ പീസ് നമുക്കൊരു 15 മിനിറ്റ്സോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നത്, ഞാനത് വിട്ടുപോയതാണേ. ചിക്കൻ കുക്കായതിന് ശേഷം നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആയിട്ട് ബ്രോക്കലിയും ക്യാരറ്റും ഇട്ട് കൊടുക്കാമേ.
ബ്രോക്കലി ഒരു 5 മിനിറ്റ്സ് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു തിക്നെസ് കിട്ടാനാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. ചപ്പാത്തിയിലൂടെയും അതുപോലെ തന്നെ നമുക്ക് വെറുതെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലോ ഇൻ കാലോറീസും അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള റിച്ച് ഇൻ ഫൈബർ ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത് മതിയാവും നമുക്ക് രാത്രി ഡിന്നറായിട്ട് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞാനിത് വെറുതെ ഇത് മാത്രമായിട്ടാണ് കഴിക്കുന്നത്, വേറെ ബ്രെഡ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഹെൽത്തി ഡയറ്റ് മെനു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.